അവിടെ വലുപ്പച്ചെറുപ്പമില്ല, കഴിവുള്ളെന്നോ കഴിവില്ലാത്തതെന്നോ അവിടെ വ്യത്യാസമില്ല, ഏത് ഭാഷയെന്നോ വ്യത്യാസമില്ല. നമ്മൾ എല്ലാവരും കർത്താവിൽ ഒന്നാണ്. അതുകൊണ്ട് വചനം പറയുന്നു, നമ്മൾ അന്യോന്യം പോരി വിളിക്കാനുള്ളതല്ല ദൈവസഭ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയുള്ളവരെ വചനം പറയുന്നത് വ്രതാഭിമാനികൾ. സ്തോത്രം, സ്തോത്രം. എന്റെ വിശ്വാസവും വിശുദ്ധി വെച്ച് ഞാൻ മറ്റുള്ളവരെ അളക്കാൻ പാടില്ല. കാരണം ഓരോരുത്തരുടെയും അളവും വിശുദ്ധി വിശ്വാസവും വ്യത്യസ്തമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ഒരു കാര്യം നമ്മൾ ഓർത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എല്ലാവരും തുല്യരാണ്. ദൈവം എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നു. അവിടെ ഒരു വലിപ്പച്ചെറുപ്പമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ എന്ത് ചെയ്യണം? യഥാസ്ഥാനപ്പെടുത്തുവീൻ. സ്തോത്രം. ഒരാൾ തെറ്റ് ചെയ്താൽ അയാളെ തള്ളിക്കളയുന്നതല്ല വചനത്തിന്റെ പ്രമാണം. മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്ത വ്യക്തിയെ തള്ളിക്കളയുന്നതല്ല ദൈവത്തിന്റെ പ്രമാണം. സൗമ്യതയുടെ ആത്മാവിൽ ആ വ്യക്തി യഥാസ്ഥാനപ്പെടുത്തണം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന സമയങ്ങളിൽ പല കുട്ടികളും അവിടുത്തെ സാഹചര്യങ്ങൾ കണ്ട്, മറ്റുള്ളവരുടെ ഇടപെടൽ കണ്ട് അവർ പഠനം മതിയാക്കി അവർ വീട്ടിൽ പോകാൻ വേണ്ടി അവർ പായ്ക്ക് ചെയ്തവരുണ്ട്. സ്തോത്രം. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ വ്യക്തിപരമായി കണ്ട് അവരെ ഉപദേശിച്ച് അവരെ കൗൺസിൽ ചെയ്ത് അവർ വചനം പഠിച്ചു പൂർത്തീകരിച്ച് അവരെ അയക്കുവാനിടെ ഇന്ന് അവരെല്ലാം നല്ല ശുശ്രൂഷകരാണ്. അന്ന് അവരെ തള്ളി കളഞ്ഞിരുന്നെങ്കിൽ ഇന്നൊരിക്കലും അവർക്ക് കർത്താവിന് വേല ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ തള്ളിക്കളയുന്ന പലരെയും കർത്താവ് ഒരു മൂലക്കല്ലായി കണ്ടവരാണ്. നമ്മൾ നമ്മള് വിടക്കുന്ന തള്ളിക്കളയുന്നവർ, ഒരു കഴിവുമില്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവർ, ഒരു ഗുണമില്ലെന്ന് നമ്മൾ തള്ളിക്കളയുന്നവര് പലരെയും കർത്താവിന് ആവശ്യമുണ്ട്. തള്ളിക്കളയുന്നവരെ മൂലക്കല്ലാക്കി തീർക്കുന്ന ഒരു കർത്താവ്. അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ടവരെ പറയട്ടെ, ഈ ലോകം മുഴുവൻ എതിരായി നിന്നാലും സ്വന്തം കുടുംബക്കാരും നിനക്ക് എതിരായിട്ട് വന്നാലും വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് മറന്നു പോകരുത്. നിന്നെ തള്ളിക്കളയുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ലോകം മുഴുവൻ നിന്റെ വഴിയടയ്ക്കാൻ ശ്രമിക്കാം, പക്ഷെ നിനക്ക് വേണ്ടി തമ്പുരാൻ അനേക വഴികളെ തുറന്ന് നിന്നെ മുന്നോട്ട് കൊണ്ടുപോവുക, നിന്നെ ശുശ്രൂഷ ബലപ്പെടുത്തുക, ഇനി അധികമായി നിന്നെ ഉപയോഗിക്കുക എന്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നിങ്ങൾ ക്ഷീണിച്ചിരിക്കരുത്, നിങ്ങൾ മടുത്തിരിക്കരുത്. മറ്റുള്ളവർ വാക്ക് കേട്ട് നിങ്ങൾ കടന്നു പോകരുത്. നിങ്ങൾ എഴുന്നേൽക്കേണ്ട കാലഘട്ടമാണ് ഇത്. കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങൾ എഴുന്നേൽക്കുക, കാരണം കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു കാര്യം ഉറപ്പുണ്ട്, എന്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവൻ ഈ ലോകം മുഴുവൻ എന്നെ തള്ളിക്കളഞ്ഞാലും ഞാനത് നിരാശപ്പെടത്തില്ല, ഞാൻ തടന്നു പോകത്തില്ല. കാരണം ഞാൻ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് എന്ന് പറയുന്നത് ഉയരത്തിന്റെ ആത്മാവ്, ഭോഷ്കിന്റെ ആത്മാവല്ല. ആമേൻ, ഹല്ലേലൂയ. മറ്റുള്ളവരെ വിധിക്കുന്നത്, തള്ളിക്കളയുന്നത് അത് ഭോഷ്കിന്റെ ആത്മാവാണ്. അവരെ പരിഹസിക്കുന്നത് അത് ഭോഷ്കിന്റെ ആത്മാവാണ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ഇന്ന് ആത്മീയ രംഗത്ത് ആത്മീയർക്ക് ഏതെങ്കിലും വീഴ്ച പറ്റിയാൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് ഷെയർ ചെയ്യുന്നത് ആത്മീയത. സ്തോത്രം. അത് ആത്മാവല്ല, അത് പരിശുദ്ധാത്മാവല്ല, അത് വേറെ ആത്മാവാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അതിന് കൂട്ടം കൂടരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ സഭയിലെ നിങ്ങളുടെ ആത്മീയ മാതാപിതാക്കൾക്കെതിരായി ഒരാൾ പറയുമ്പോൾ അതിനെതിരെ നിങ്ങൾ കൂട്ടം കൂടരുത്. നിങ്ങളും അതിന് കൂട്ടാളികളായി തീരുന്നു എന്ന് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ചില സ്ഥലങ്ങളിലൊക്കെ പാസ്റ്റർമാരെ വിളിക്കുന്ന പുള്ളികൾ എന്നാണ്. പുള്ളി. സ്തോത്രം. ആദ്യം പാസ്റ്റർ എന്ന് വിളിക്കും, പിന്നെ അറിവില്ലാത്ത കാലത്ത് പാസ്റ്റർ എന്ന് വിളിക്കും, പിന്നെ പാസ്റ്റർ എന്ന് വിളിക്കും, പിന്നെ പുള്ളിയായി, പിന്നെ അവനായി, ഇവനായി, പിന്നെ വിളിക്കാത്ത പേരുകളൊന്നും കാണത്തില്ല. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു വാക്ക് ശുശ്രൂഷകന്മാർക്കെതിരായി ഈ സഭ പറഞ്ഞെന്നല്ല അർത്ഥം. ഓൺലൈനിലൂടെ പലരും ഞങ്ങളെ ശ്രമിക്കുന്നുണ്ട്. സ്തോത്ര, ഹല്ലേലൂയ. അവയെ സഭാ ശുശ്രൂഷകനെതിരായി, അവരുടെ കുടുംബത്തിനെതിരായി ഒരു വാക്ക് പറയുമ്പോൾ സൂക്ഷിച്ചുകൊള്ളണം. കാരണം ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചത് കർത്താവാണ്. ആ ശുശ്രൂഷന് എന്തെങ്കിലും പാളിച്ച പറ്റിയാൽ അതിനെ ഹല്ലേലൂയ തിരുത്തുന്നത്, വിധിക്കുന്നത്, അവയെ നേരെയാക്കുന്നത്, യഥാസ്ഥാനപ്പെടുത്തുന്നത് കർത്താവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ഡ്യൂട്ടി അല്ല എന്നുള്ള കാര്യം മറന്നു പോകല്ലേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പലയിടങ്ങളിൽ ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ പോലും സമയമില്ല. കാരണം മറ്റുള്ളവരെ കുറ്റം വിധിച്ചുകൊണ്ട് നടക്കുക. സ്തോത്രം, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ,
ഹല്ലേലൂയ. നോഹയോട് ദൈവം ഒരു അരുളപ്പാട് കൊടുത്തു. എന്താ? വലിയൊരു ജനപ്രളയം വരികയാ, നീ ഒരു പെട്ടകം തീർക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോഹ പ്രസംഗിച്ചുകൊണ്ടേ നടന്നു. സ്തോത്രം. അനേകരെ തന്നെ തള്ളിക്കളഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചു? നോഹയും തന്റെ കൂട്ടവും കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയായിരുന്നു. കളിയാക്കിയവരൊക്കെ പെട്ടകത്തിന് വെളിയിൽ അവൻ ജലപ്രളയത്തിൽ അവർ നശിക്കുവാനായിട്ടിടയായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവൻ ശുശ്രൂഷകന്മാർക്കെതിരായി ആരെങ്കിലും കരമുയർത്തുന്നെങ്കിൽ സൂക്ഷിച്ചുകൊണ്ട്, ഹല്ലേലൂയ, നിങ്ങൾ പെട്ടകത്തിന് വെളിയിലാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ഈ ആലയത്തിന്റെ പണി ഇനി നടക്കാനുണ്ടല്ലോ. അവൻ പലരും പണിയുന്നുണ്ട്. സ്തോത്രം. പക്ഷേ അവൻ ഈ ആലയത്തിന്റെ പണി ഓരോരുത്തർ പണിയുമ്പോൾ നമ്മൾ അവർക്കെല്ലാം കൂലി കൊടുത്താ വിടുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച വ്യക്തി അല്ലെങ്കിൽ അവന് പള്ളി പണിതെന്ന് പറഞ്ഞ് സ്വർഗത്തിലെത്തത്തില്ല, പെട്ടകത്തിന് വെളിയിലാണ് എന്നുള്ള കാര്യം അവൻ നമ്മൾ ഓരോ കാര്യം ഓർത്തുകൊള്ളണം. സ്തോത്രം. ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവൻ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ദൈവജനത്തെ പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിങ്ങൾ ഒരു ആത്മീയ ജീവിതം നയിക്കുമ്പോൾ, ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ, നിങ്ങളെ ആരൊക്കെ കുറ്റം വിധിച്ചാലും നിങ്ങൾ തളർന്നു പോകരുത്. കാരണം നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം അന്ത്യം വരെ നടത്തുവാൻ ശക്തനാണ്. ഇവിടെ കാണുന്നത് ആമേൻ. സ്തോത്രം. അങ്ങനെയുള്ളവന് സൗമ്യതയുടെ ആത്മാവിൽ എന്ത് ചെയ്യണം? യഥാസ്ഥാനപ്പെടും. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കും. അതിന്റെ അർത്ഥം എന്താ? സ്തോത്രം. മറ്റുള്ളവരെ കുറ്റം വിധിക്കുമ്പോൾ, ന്യായം വിധിക്കുമ്പോൾ ഓർത്തു, നിനക്കും അടുത്ത പണി വരുന്നുണ്ട്. സ്തോത്രം. സ്തോത്രം. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, പിശാചാരെ വിഴുങ്ങണ്ട് എന്ന് ഓർത്തുകൊണ്ട് അവൻ അലറുന്ന സിംഹം പോലെ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമുക്ക് അവരെ കുറ്റം വിധിക്കാനുള്ള സമയമല്ല. അവൻ നമ്മുടെ ശുശ്രൂഷയെ കുറ്റം വിധിക്കേണ്ട സമയമല്ല. അവൻ ശുശ്രൂഷ ചെയ്യുന്നവരെ അവൻ കുറ്റം വിധിക്കേണ്ട സമയമല്ല. നമ്മുടെ വിശുദ്ധിയെ കാത്തു പരിപാലിച്ചുകൊണ്ട്, വിശുദ്ധിയെ തികച്ചുകൊണ്ട് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ നമ്മൾ ഒരുങ്ങേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കാലത്തിന്റെ ശബ്ദം കേൾക്കുവാൻ ഇനി അധികം സമയമില്ല. അവിടെ ഇവിടെ നോക്കി നിന്ന് കഴിഞ്ഞാൽ, ലോകത്തിന്റെ ഭാര്യയെ പോലെ തിരിഞ്ഞ് നോക്കി നിന്ന് കഴിഞ്ഞാൽ, അവൻ ഹല്ലേലൂയ, എണ്ണയില്ലാത്ത 5 കന്യകമാരെ പോലെ നിന്റെ അവസ്ഥയാണെങ്കിൽ മണവാളം പോലും ഹല്ലേലൂയ ഒരുങ്ങി നിൽക്കുന്നവർ അവനോടുകൂടി എടുക്കപ്പെടും. ഹല്ലേലൂയ. അല്ലാത്തവർ അവൻ ഇവിടെ കൈവിടപ്പെടുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ദൈവമക്കൾക്കെതിരായി, ദൈവദാസന്മാർക്കെതിരായി, ശുശ്രൂഷകന്മാർക്കെതിരായി ന്യായം വിധിക്കുവാൻ ദൈവം ലോകത്തിൽ ആരും നിയമിച്ചിട്ടില്ല. ഒരു സോഷ്യൽ മീഡിയ നിയമിച്ചിട്ടില്ല. ഒരു ഹല്ലേലൂയ, അവൻ ഒരു നേതാക്കന്മാരെ ദൈവം നിയമിച്ചിട്ടില്ല. ഹല്ലേലൂയ. അത് ദൈവം തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ഇവിടെ നോക്കുക. സ്തോത്രം. തമ്മിൽ തമ്മിൽ ഭാരങ്ങള് ചുമപ്പി, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പി. തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യണം? ഭാരങ്ങളെ ചുമക്കണം. ഹല്ലേലൂയ. ഭാരം ചുമന്നുകൊണ്ട് നടക്കുന്നതിന്റെ മുകളിലൂടെ വലിയൊരു കല്ലുകൂടെ എല്ലാം കയറ്റി കൊടുക്കേണ്ടത്. ആ ഭാരം ഒന്ന് ഷെയർ ചെയ്യണം. നമ്മുടെ വിശ്വാസികൾ, കൂട്ടി വിശ്വാസികൾ ആരെങ്കിലും ഒരു ഭാരം അനുഭവിക്കുന്നെങ്കിൽ അവൻ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയണം. അവൻ ഒരു വിഷമസന്ധിയിലൂടെ കടന്നു പോകുന്നെങ്കിൽ അവരെ നമ്മൾക്ക് കഴിയുന്നവരെ സഹായിക്കുവാൻ കഴിയണം. അവൻ നമ്മൾ ഭാരങ്ങളെ തമ്മിൽ തമ്മിൽ ചുമക്കുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ പള്ളിയുടെ പണി നടക്കുമ്പോൾ ഈ സിമെന്റ് കട്ടയൊക്കെ 2-3 പേരൊക്കെ ഇങ്ങനെ ലൈനായിട്ട് നിന്ന് ഓരോരുത്തർ തലമാറി ഇങ്ങനെ ചുമന്ന്, അപ്പൊ ഒരാൾക്ക് തന്നെ ഭാരം വരത്തില്ല. എല്ലാവരും അത് ഭാരങ്ങൾ അത് പങ്കാളികളാകും. എന്നതുപോലെ അവൻ നമ്മുടെ ഭാരങ്ങൾ ഷെയർ ചെയ്ത് അവൻ ഒരാൾ മാത്രം ആ ഭാരത്തിൽ തകർന്നു പോകാതെ ആ വ്യക്തിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അടുത്ത വചനം ഇങ്ങനെ വായിക്കുന്നു. ഞാൻ അല്പനായിരിക്കെ മഹാൻ എന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെ താൻ വഞ്ചിക്കുന്നു. സ്തോത്രം. സ്തോത്രം. അല്പനായിരിക്കുന്ന ഒരു വ്യക്തി താൻ ചിന്തിക്കുക താൻ ഒരു മഹാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വഞ്ചിക്കുന്നു. ഇതിന്റെ അർത്ഥം എന്താണ്? ഞാൻ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണെന്ന് ആരും കണക്കാക്കരുത്. സ്തോത്രം. എനിക്ക് മറ്റൊരാളെ കുറ്റം വിധിക്കാൻ കഴിയണമെങ്കിൽ ഞാൻ ആ വ്യക്തിയെക്കാൾ വലിയ ശ്രേഷ്ഠനായിരിക്കണം. പക്ഷെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെക്കാൾ വലിയതല്ല. എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ തുല്യരാണ്. വചനം പറയുന്നത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായിരുന്നു. കർത്താവിന്റെ മഹാകൃപയാൽ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തന്റെ രക്തം നമുക്ക്
നമ്മളെല്ലാം നീതീകരിക്കപ്പെടുവാനായിട്ട് ഇടയാക്കുന്നത്. നമ്മൾ ആരും നീതിമാന്മാരല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തൻ താന്താന്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ, എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വയ്ക്കും. സ്തോത്രം. ഓരോരുത്തൻ തന്നെ ശോധന ചെയ്യട്ടെ. നമ്മൾ തിരുവതാഴ് ശുശ്രൂഷയിൽ 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 23 മുതൽ ഉള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത് ഓരോരുത്തൻ തന്നെ ശോധന ചെയ്യണം. സ്തോത്രം. അപ്പൊ അതിന് വ്യക്തമായി വിളിച്ചു പറയുകയാണ്, ഞാൻ മറ്റുള്ളവരെ വിധിക്കുകയല്ല, ഞാൻ എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. എന്റെ ജീവിതം എങ്ങനെയാണ്? രഹസ്യ പരസ്യം എന്റെ ജീവിതം എങ്ങനെയാണ്? കുടുംബ ജീവിതം എന്റെ എങ്ങനെയാണ്? സഭാ ജീവിതം എന്റെ എങ്ങനെയാണ്? ശുശ്രൂഷയിൽ എന്റെ ജീവിതം എങ്ങനെയാണ്? പൊതുവായുള്ള സ്ഥലങ്ങൾ മറ്റുള്ളവരുടെ ഇടയിലും എന്റെ വ്യക്തിപരമായ ജീവിതത്തിലും എന്റെ ജീവിതം എങ്ങനെയുള്ളതാണ്? ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യണം. മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാൻ ദൈവവചനം നമുക്ക് അവകാശം തരുന്നില്ല. എന്നാൽ മറ്റുള്ളവരെ ഉപദേശിക്കാം, പക്ഷെ വിധിക്കുവാൻ നമ്മൾ ആരും നമുക്കാർക്കും അധികാരം ദൈവം തന്നിട്ടില്ല. സ്തോത്രം. സ്തോത്രം. തന്റെ പ്രവൃത്തി ശോധനയായിട്ട്, എന്നാൽ അവൻ തന്റെ പ്രശംസ മറ്റൊരുത്തന് കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വയ്ക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്നെ തന്നെ മറ്റുള്ളവരെ വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല, അത് മറ്റുള്ളവർ മനസ്സിലാക്കിക്കൊള്ളും. ഞാൻ എന്നിൽ തന്നെ എന്റെ പ്രശംസ അടക്കി വെക്കണം. ഞാൻ ആരാണെന്നുള്ള കാര്യം, ഞാൻ എന്തായിത്തീരുമെന്നുള്ള കാര്യം എന്റെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നും വില പോകുകയില്ല. നാം ദൈവസന്നിധി നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ട ആവശ്യമാണ്. ഓരോരുത്തൻ താന്താന്റെ ചുമട് ചുമക്കുമല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം പറയുന്നത് ഓരോരുത്തൻ താന്താന്റെ ചുമട് ചുമക്കുമല്ലോ. എന്റെ ചുമടിന്റെ ഉത്തരവാദിത്വം ഞാൻ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കണ്ട. മുമ്പ് നമ്മൾ കണ്ടു, നമ്മൾ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഭാരങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുന്നതാ. എന്നാൽ ഇവിടെ നമ്മുടേതായ കുറ്റങ്ങൾ നമ്മൾ തന്നെ ചുമന്നാൽ മതി, അത് മറ്റുള്ളവരെ തലയിൽ കെട്ടിവയ്ക്കരുത്. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇന്ന് മകൾക്കാലം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാനായിട്ട് ഇടയായി തീരട്ടെ. നാം നിൽക്കുന്ന ഈ കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. ദൈവജനത്തെ നശിപ്പിക്കുവാൻ പിശാച് പലതും കടഞ്ഞ് പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണങ്ങൾ നടത്തി തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ലോകം മുഴുവൻ നമുക്കെതിരായിട്ട് വന്നാലും നമ്മൾ ഒരു തീരുമാനമെടുക്കണം. ഞാൻ എന്റെ കർത്താവിനുള്ള വ്യക്തിയാ, ഞാൻ തളർന്നു പോകത്തില്ല. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മൾ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാശക്തമായി നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വല്ലാത്ത തലമുറ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവജനത്തിന് ഏത് തരത്തിലും തകർത്ത് കളയുവാൻ പിശാച് കളിയൊരുക്കുമ്പോൾ, ഹല്ലേലൂയ, അതിന് കൂട്ടു നിൽക്കുവാൻ അവരുടെ ഇടയിൽ നിന്ന് തന്നെ ആളുകളെ കർത്താവ് എഴുന്നേൽപ്പിക്കുമ്പോൾ, ഒരു കാര്യം മറന്നു പോകരുത്. ദൈവം തന്റെ പ്രവൃത്തി ചെയ്ത തനിക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന പ്രയോജനപ്പെട്ട വ്യക്തികളെ മറന്നു പോകാൻ അനീതിയുള്ള ദൈവമല്ല. ദൈവത്തിന് ഒരു നിരപ്പ് പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ തയ്യാറാകുന്നെങ്കിൽ, ഹല്ലേലൂയ, ആരൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞാലും, ഹല്ലേലൂയ, ദൈവം തമ്പുരാൻ നമ്മളെ ശക്തമായിട്ട് ഉപയോഗിക്കുവാൻ ഇടയായി തീരും. എല്ലാ കണ്ണുകളും ദൈവത്തിന് അടച്ച് ഒരു നിമിഷം നമുക്ക് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകലിൽ എന്നെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപ എന്റെ മേലൊന്ന് പകരണമേ. വിശ്വാസ ജീവിതത്തിൽ പതറിപ്പോകാതെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനേക വിശ്വാസത്തിന്റെ പിന്മാറ്റത്തിൽ പോയതിന്റെ കാരണം കൂട്ടുവിശ്വാസികളുടെ ഇടപെടൽ മുഖാന്തരമായിരിക്കും. സ്തോത്രം. അനേക ശുശ്രൂഷയിൽ ഒതുങ്ങി പോകുന്നതിന് കാരണം ഒരുപക്ഷെ അവരുടെ സഭയിൽ നിന്നുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുവിശ്വാസികളോ അല്ലെങ്കിൽ സ്നേഹിതന്മാരോ വരുത്തി വെച്ച കാര്യങ്ങളായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്തിൽ ഒറ്റ ജീവിതമേ ഉള്ളൂ. അതെപ്പോൾ അസ്തമിക്കുമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയത്തില്ല. വയനാട്ടിലുണ്ടായ മഹാദുരന്തത്തിൽ നമ്മുടെ എത്രയോ പ്രിയപ്പെട്ടവർ ഒറ്റ നിമിഷമുണ്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമ്മുടെ ഹൃദയത്തെ എല്ലാം തകർക്കുന്ന ഒരു സംഭവമായി തീർന്നു. ഹല്ലേലൂയ. ജനങ്ങളൊക്കെ ഇപ്പോൾ മുല്ലപ്പെരിയാർ ഡാം ദുരന്തത്തിൽ, അല്ലെങ്കിൽ അതിന്റെ എന്ത് സംഭവിക്കുന്ന ആശങ്കയിൽ ജനങ്ങൾ ഭീതിയിലായിരിക്കുക. ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് ഈ സന്ദേശം ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ആറിന്റെ തീരത്ത്
ഒരു വലിയ വൃക്ഷം ഉണ്ടായിരുന്നു. ആ വൃക്ഷത്തിന്മേൽ ഒരു കുഞ്ഞിക്കിളിയും ഒരു അണ്ണാൻ കുഞ്ഞും കൂടുകൂട്ടി പാർത്തിരുന്നു. അവർ വളരെ നല്ല സ്നേഹിതരായിരുന്നു. പക്ഷെ ഈ അണ്ണാൻ കുഞ്ഞ് പലപ്പോഴും ഈ കുഞ്ഞിക്കിളിയെ കളിയാക്കും. നിനക്ക് എന്നെ പോലെ ചിലയ്ക്കുവാനോ ചില്ലകൾ ചാടി നടക്കുവാനോ നിനക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഈ കുഞ്ഞിക്കിളി ഒന്നും നിരാശപ്പെട്ടില്ല. അടുത്തെങ്ങും മറ്റു മരങ്ങളൊന്നുമില്ല. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഈ മരം ചില മാസങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ശക്തമായ കാലവർഷമുണ്ടായി. ആ നദിയിൽ വെള്ളം പൊങ്ങി. ഇവർ കൂടുകൂട്ടിയിരിക്കുന്ന പടുകൂറ്റൻ വൃക്ഷം ആ നദിയുടെ സമീപത്തായതുകൊണ്ട് ഈ വൃക്ഷത്തിന്റെ അടിയിൽ നിന്നുള്ള മണ്ണുകളൊക്കെ ഒഴുകിപ്പോയി. ക്രമേണ ഈ വൃക്ഷം നിലം പതിക്കുന്ന ഒരു സാഹചര്യമായി. അണ്ണാൻ കുഞ്ഞിന് ഒരു സ്വസ്ഥതയുമില്ല. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുക. ഇനി അടുത്തൊരു മരത്തിലേക്ക് ചാടി രക്ഷപ്പെടാൻ കഴിയത്തില്ല. താൻ കൂടുകൂട്ടിയ കൂട് തന്റെ ജീവിതവും ഈ വെള്ളത്തിൽ നശിക്കാൻ പോവുകയാണ്. താൻ എങ്ങനെ വളരെ ഭയചകിതനായി അങ്കലാപ്പോടുകൂടെ താനിങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ അങ്ങേ തലക്കലിയും വൃക്ഷത്തിന്റെ തലപ്പിൽ ആ കുഞ്ഞിക്കിളി തന്റെ സുഹൃത്ത് മാനത്തേക്ക് നോക്കി പാട്ട് പാടിക്കൊണ്ടിരിക്കുക. ഈ അണ്ണാൻ കുഞ്ഞ് ചോദിച്ചള്ളിയ കുഞ്ഞുകുരുവി, നമ്മൾ കൂടുകൂട്ടിയ ഈ കൂട് നശിക്കാൻ പോവുക. നമ്മളുടെ ജീവിതം ഈ വെള്ളത്തിൽ നശിക്കാൻ പോവുക. നമ്മുടെ കൂടിനൊപ്പം ഈ വൃക്ഷത്തിനൊപ്പം നമ്മുടെ ജീവിതവും ഈ വെള്ളത്തിൽ അവസാനിക്കാൻ പോവുക. ഇനി വേറൊരു പ്രതീക്ഷയില്ല. പക്ഷേ നീ എന്താണ് ഇങ്ങനെ മാനത്തേക്ക് നോക്കി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അണ്ണാൻ കുഞ്ഞ് ചോദിച്ചു. അപ്പോൾ ആ കുഞ്ഞിക്കുരുവി ഇങ്ങനെ പറഞ്ഞു, അല്ലയോ സുഹൃത്തെ, കാലം എത്രയും നീ എന്നെ കളിയാക്കി. എനിക്ക് പാടാൻ നിന്നെ പോലെ ചാടാനോ ചിലയ്ക്കുവാൻ എനിക്ക് കഴിയത്തില്ല എന്ന് നീ എന്നെ കളിയാക്കി കൊണ്ടിരുന്നില്ലേ? ഞാനൊന്നും നിനക്ക് വിരോധമായി പറഞ്ഞില്ല. ഞാനെല്ലാം സഹിക്കുകയായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ, നമ്മൾ കൂടുകൂട്ടിയ ഈ വൃക്ഷം ഇവിടെ മറിഞ്ഞു വീണാലും, നമ്മുടെ കൂട് ഈ വെള്ളത്തിൽ നശിച്ചാലും എനിക്കൊരു പ്രത്യാശയുണ്ട്. എന്നെ നിർമ്മിച്ച എന്റെ ദൈവം എനിക്ക് 2 കുഞ്ഞിച്ചിറകൾ തന്നിട്ടുണ്ട്. നമ്മൾ കൂടുകൂട്ടിയ ഈ കൂടും ഈ വൃക്ഷവും ഈ വെള്ളത്തിൽ മറിഞ്ഞു വീണ് നശിച്ചാലും എന്റെ കുഞ്ഞു ചിറകുകൾ വീശി വിടർത്തി ഞാൻ പറന്ന് ഞാൻ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന കുഞ്ഞു കുരുവാണ്. പ്രിയ ദൈവമക്കളെ, ഈ കഥയിൽ വലിയൊരു അർത്ഥമുണ്ട്. നമ്മളെ കളിയാക്കുന്നവർ ഒത്തിരി പേരുണ്ടായിരിക്കാം. പക്ഷേ ദൈവം നിന്നെ വിളിച്ചു. ദൈവം നിന്നെ വിളിച്ചപ്പോ നിന്റെ പ്രത്യാശയുടെ വിശ്വാസത്തിന്റെ ചിറകൾ തന്നിട്ടുണ്ട്. ആരെന്തൊക്കെ നിനക്കെതിരായിട്ട് വന്നാലും, വചനം പറഞ്ഞ അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രത്തിൽ വീണാലും, അതിന്റെ കോപം കൊണ്ട് വെള്ളം ഉയർച്ചു കഴിഞ്ഞാലും നാം ഭയപ്പെടുകയില്ല. ഓ സ്തോത്രം പ്രിയപ്പെട്ടവരെ. ആമേ, പലതും നമ്മൾ സഹിച്ചില്ലേ? പല കുത്തുവാക്കുകൾ നമ്മൾ സഹിച്ചിട്ടില്ലേ? പല കളിയാക്കളും നമ്മൾ സഹിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷയെ കളിയാക്കവരില്ലേ? നമ്മളെ നിന്ദിച്ചവരില്ലേ? നമ്മളെ അപമാനിക്കുന്നവരില്ലേ? തളർന്നു പോകരുത്, നിന്റെ ചിറകുകളുണ്ട്. നിന്റെ ചിറകുകൾ വീശേണ്ട സമയമാണ്. നീ പറക്കേണ്ട സമയമായി. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചു വരുന്ന നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് കടന്നു വരാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പുതിയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് പുതുതായിട്ട് കടന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ആലയത്തിന്റെ പണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സുവിശേഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവിടെ നടക്കുന്ന എല്ലാ കൂട്ടായ്മകളും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. വരുവിലാകുന്ന ദൈവം, ആമേൻ, ഹല്ലേലൂയ, അല്പത്തി വിശ്വസ്തനെ അദ്ദേഹത്തിന് വിചാരകനാക്കുന്ന ദൈവം നമ്മളെ മാനിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ വിഷയങ്ങളും ഓർത്തുകൊണ്ട് കർത്താവിന്റെ ദാസി സിൽവിയ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം.